റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 4ാമത്തെ പാഠഭാഗം, അതിൻ്റെ തദ്രീബാത്തുകളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. 4ാമത്തെ പാഠം ഹെഡിങ് എന്താണ്? ഹും നല്ലഫുൽ ബൈത്ത എന്നാണ്. ഹും നല്ലഫുൽ ബൈത്ത്. നമുക്ക് ഈ പിക്ചറിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും എന്താണ് ഇതിലുള്ള കാര്യങ്ങൾ എന്ന്. എന്താണ്? ഒരു വീട് വൃത്തിയാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അങ്ങനെ കാണുന്നത് അല്ലേ. ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. ഹും ഇതൊരു മുൻഫസിലായ ളമീറാണ്, അവർ. നല്ലഫു എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി എന്ന് പറയാം. വൃത്തിയാക്കി എന്ത്? അൽ ബൈത്ത്, വീട്. അപ്പോൾ മുഴുവനായിട്ട് കൂട്ടി പറയുമ്പോൾ അവർ വീട് വൃത്തിയാക്കി എന്ന് അർത്ഥം പറയാം. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. ഫി യൗമി ഉത്ലത്തിൻ അസമ അഅ്ലാഉൽ ഉസ്റത്തി. ഫി യൗമി ഉത്ലത്തിൻ. ഉത്ലത്ത് പറഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. എന്താണ്? അവധി എന്നാണ്. യൗമ പറഞ്ഞ ദിവസം നമുക്കറിയാലോ. അപ്പോൾ ഫി യൗമി ഉത്ലത്തി എന്ന് പറഞ്ഞാൽ ഒരവധി ദിവസം അല്ലെങ്കിൽ ഒരവധി ദിവസത്തിൽ എന്നും പറയാം. ഫി വന്നുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഫി യൗമി ഉത്ലത്തിൻ, ഒരവധി ദിവസത്തിൽ. അസമ, അസമ എന്നുള്ളത് ഈ നമ്മുടെ പാഠങ്ങളിലൊക്കെ റെഡ് കളറിലിങ്ങനെ മാറ്റി കൊടുക്കുന്ന ഫേലുകൾ അല്ലെങ്കിൽ വാക്കുകളൊക്കെ പ്രധാനമായിരിക്കും. അതായിരിക്കും ആ പാഠത്തിലെ പ്രധാന കണ്ടൻറ്റ്. അസമ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു എന്ന് പറയാം. ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, തീരുമാനിച്ചു എന്നും കൂടി പറയാം. അപ്പോൾ അസമ തീരുമാനിച്ചു. ആര്? അഅ്ലാഉൽ ഉസ്റത്തി. അഅ്ലാ പറഞ്ഞാൽ അംഗങ്ങൾ എന്നാണ് പറയുക. അംഗങ്ങൾ. ഉസ്റത്ത് പറഞ്ഞാൽ കുടുംബമാണ്, കുടുംബം. അപ്പോൾ അഅ്ലാഉൽ ഉസ്റത്തി എന്ന് കൂട്ടി പറയുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഒന്നും കൂടി പറയാം. ഫി യൗമി ഉത്ലത്തിൻ, ഒരവധി ദിവസത്തിൽ. അസമ അഅ്ലാഉൽ ഉസ്റത്തി, കുടുംബാംഗങ്ങൾ തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? അയ്യുനല്ലിഫൂ, വൃത്തിയാക്കാൻ. വൃത്തിയാക്കാൻ. ഈ അന്ന് കൂടിയത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരർത്ഥം പറയാം. വൃത്തിയാക്കാൻ തീരുമാനിച്ചു അല്ലേ. എന്ത് വൃത്തിയാക്കാൻ? അൽ ബൈത്ത്, വീട് വൃത്തിയാക്കാൻ. അത് നേരത്തെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയും. വീടും വഹൗലഹു, അതിൻ്റെ ചുറ്റുഭാഗങ്ങളും, പരിസരവും എന്ന് പറയാം, അല്ലെങ്കിൽ ചുറ്റും എന്നൊക്കെ പറയാം. രണ്ടും പറയാം. പരിസരവും അല്ലെങ്കിൽ ചുറ്റും. ഈ വ വന്നത് കൊണ്ടാണ് ഒരു വീടും, വീട് മാത്രമല്ല വീടും അതിൻ്റെ പരിസരവും. ഹു എന്ന് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് 3ാം ക്ലാസ്സിലൊക്കെ. മുത്തസിലായ ളമീർ, മുൻഫസിലായ ളമീറൊക്കെയാണ്. അപ്പോൾ ഇത് മുത്തസിലായ ളമീർ ഒരു വാക്കിൻ്റെ കൂടെ ചേർന്ന് വരുന്നതാണ്. ഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നാണ്. അതിൻ്റെ. അപ്പോൾ ഈ ബൈത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയ്യുനല്ലിഫുൽ ബൈത്ത, വീട് വൃത്തിയാക്കാൻ. വഹൗലഹു, അതിൻ്റെ പരിസരവും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും. അങ്ങനെ എന്ത് ചെയ്തു? ബദഊ എന്ന് പറഞ്ഞാൽ തുടങ്ങി. ഇവിടെ അവസാനം ഈ ഒരു വാവൊക്കെ വരുമ്പോൾ അർത്ഥത്തിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പാഠഭാഗത്തിൻ്റെ അവസാനം പറയാം. നമുക്ക് ശരിക്കും പറയേണ്ടത് അവർ തുടങ്ങി എന്നാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ അല്ലേ. അവർ തുടങ്ങി. എന്ത്? അത്തംലീഫ, വൃത്തിയാക്കൽ. ബദഉ തംലീഫ എന്ന് പറഞ്ഞാൽ അവർ വൃത്തിയാക്കൽ തുടങ്ങി. ഫ അങ്ങനെ. ഗസല, ഗസല പറഞ്ഞാൽ കഴുകി എന്നാണ്. കഴുകി. ആര്? അൽ അഖുൽ കബീർ. അഖുൽ കബീർ. അഖ് പറഞ്ഞ സഹോദരൻ. നമുക്ക് 2ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയും. കബീർ എന്ന് പറഞ്ഞാൽ വലിയ, വലിയ സഹോദരൻ. വേണമെങ്കിൽ ഒന്ന് ചുരുക്കിങ്ങാണ്ട് ജ്യേഷ്ഠൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അഖുൽ കബീർ, ജ്യേഷ്ഠൻ അല്ലെങ്കിൽ വലിയ സഹോദരൻ എന്നൊക്കെ പറയാം. അദ്ദേഹം ഫഗസല അഖുൽ കബീറു, ജ്യേഷ്ഠൻ കഴുകി അല്ലെങ്കിൽ വലിയ സഹോദരൻ കഴുകി. എന്താണ് കഴുകിയത്? അസാസൽ ബൈത്തി. അസാസ് പറഞ്ഞാൽ ഉപകരണങ്ങളാണ്. ഉപകരണങ്ങൾ. ഇവിടെ എഴുതാനൊക്കെ പ്രയാസമുണ്ട്, സ്ഥലത്തിൻ്റെ പരിമിതിയൊക്കെ ഉണ്ട്. അപ്പോൾ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതി വെക്കുകയൊക്കെ ചെയ്യാം.
അസാസൽ ബൈത്ത് പറഞ്ഞാൽ വീട്ടുപകരണങ്ങൾ എന്ന് പറയാം. ബൈത്ത് വീടാണല്ലോ, അസാസ് ഉപകരണങ്ങൾ കൂട്ടി പറയുമ്പോൾ വീട്ടുപകരണങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഫഗസലൽ അഹുൽ കബീറു, വലിയ സഹോദരൻ കഴുകി അസാസൽ ബൈത്ത് വീട്ടുപകരണങ്ങൾ. ഇനി വൽ അഖവാനി സ്വഗീറാനി, അഖവാനി പറഞ്ഞാൽ രണ്ട് സഹോദരങ്ങൾ അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ. അഖ് പറഞ്ഞാൽ സഹോദരൻ അല്ലേ, അഖവാനി പറഞ്ഞാൽ രണ്ട് സഹോദരന്മാർ. അവരെന്താണ് ചെയ്തത്? ഗസല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അത് ഇതിക്ക് ബാധകമാണ്. ഏത് സഹോദരന്മാരാ? വൽ അഖവാനി സ്വഗീറാനി, ചെറിയ രണ്ട് ചെറിയ സഹോദരന്മാർ എന്ത് ചെയ്തു? ഹുമാ, അവർ രണ്ടുപേരും. ഈ ഹുമാ എന്നുള്ളത് നമ്മൾ നേരത്തെ ഹും എന്ന് ഹെഡിങ്ങിൽ പറഞ്ഞല്ലോ, അതേപോലെ ഒരു മുൻഫസിലായ ലമീറാണ്. ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എന്നാണ് അർത്ഥം പറയുക. അവർ രണ്ടുപേരും, അവർ രണ്ടുപേരും. അതിൻ്റെ മുമ്പ് നമ്മൾ രണ്ടുപേരെ പറഞ്ഞല്ലോ, അഖവാനി സ്വഗീറാനി, അവർ രണ്ടുപേരും എന്ത് ചെയ്തു? കനസ. കനസ എന്ന് പറഞ്ഞാൽ അടിച്ചുവാരി എന്നാണ്, അടിച്ചുവാരി. കനസ, ഇവിടെ ഒരു അലിഫ്, കനസ എന്നുള്ളതിന് ഇവിടെ ഒരു അലിഫ് കൂടുന്നുണ്ട്, അപ്പോൾ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അവർ രണ്ടുപേരും അടിച്ചുവാരി എന്നാണ് അർത്ഥം. ഇവിടെ നേരത്തെ രണ്ടുപേരെ പറഞ്ഞല്ലോ. എന്തടിച്ചുവാരി? ഫിന അൽ ബൈത്തി, വീടിൻ്റെ മുറ്റം. ഫിന പറഞ്ഞ മുറ്റം എന്നാണ്, വീടിൻ്റെ മുറ്റം അടിച്ചുവാരി. പിന്നെ വനല്ലഫാഹു, അടിച്ചുവാരുകയും ചെയ്തു. പിന്നെ വനല്ലഫാഹു, അതിനെ വൃത്തിയാക്കുകയും ചെയ്തു. നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വനല്ലഫാഹു, ഇവിടെ ഒരു ഹു ലമീർ കൂടിയിട്ടുണ്ട്. അതിനെ, ഈ വീടിനെ വൃത്തിയാക്കുകയും ചെയ്തു. മുറ്റം അടിച്ചുവാരുകയും അത് വൃത്തിയാക്കുകയും ചെയ്തു. വൽ ഉഖ്താനി, രണ്ട് സഹോദരിമാർ. നേരത്തെ അഖവാനി അല്ല പറഞ്ഞത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉഖ്താനി, രണ്ട് സഹോദരിമാർ. ഹുമാ, അവർ രണ്ടുപേരും. നമ്മൾ നേരത്തെ ഹുമാ പറഞ്ഞല്ലോ, അവർ രണ്ടുപേരും എന്ത് ചെയ്തു? കനസത, അതും അടിച്ചുവാരി എന്നാണ്, അടിച്ചുവാരി. എന്താണ് വ്യത്യാസം? കനസ എന്ന് പറഞ്ഞാലും അടിച്ചുവാരി എന്നാണ്, പക്ഷേ അത് ആരായിരുന്നു? രണ്ട് സഹോദരന്മാരായിരുന്നു. അപ്പോൾ അത് മുദക്കറാണ്, ആണാണ്. ആണായതുകൊണ്ടാണ് കനസ എന്ന് പറഞ്ഞത്. ഇവിടെ വൽ ഉഖ്താനി എന്ന് പറഞ്ഞത് രണ്ട് സഹോദരിമാരാണ്. അപ്പോൾ കനസ എന്നല്ല പറയാം, എന്താ പറയുക? കനസത്ത എന്നാ പറയാം. ഒരു താ കൂടി, പെണ്ണായതുകൊണ്ട് മുഅന്നസായതുകൊണ്ട് ഒരു താ കൂടി അല്ലേ. മാത്രമല്ല ആളുകളായതുകൊണ്ട് ഒരു അലിഫും കൂടി. ഇൻഷാ അല്ലാഹ് അത് പാഠഭാഗത്തിൻ്റെ അവസാനം വർക്കിൻ്റെ സമയത്തൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി പറയാം. വല്ലുഖ്താനി, രണ്ട് സഹോദരിമാർ. ഹുമാ, അവർ രണ്ടുപേരും. കനസത്ത, അടിച്ചുവാരി. അടിച്ചുവാരി എന്ന് മാത്രമല്ല, വഗസലത്ത, രണ്ടുപേരും കഴുകുകയും ചെയ്തു. കഴുകുകയും ചെയ്തു. മുഴുവനായിട്ട് ഞാൻ എഴുതണില്ല. എന്ത്? ഉറഫൽ ബൈത്തി. ഉറഫ് പറഞ്ഞാൽ റൂമാണ്, റൂമുകൾ എന്ന് പറയാം, റൂമുകൾ. ഉറഫൽ ബൈത്ത്, വീടിൻ്റെ റൂമുകൾ എന്ത് ചെയ്തു? അടിച്ചു വാരുകയും കഴുകുകയും ചെയ്തു. രണ്ട് സഹോദരിമാർ ചെയ്തതാണ് പറഞ്ഞത്. ഇനി ദഹബൽ വാലിദു, ദഹബ പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം, പോയി. ആര്? അൽ വാലിദു, ഉപ്പ പോയി. എവിടേക്ക്? ഇല സൂക്ക്, സൂക്കിലേക്ക് പോയി. സൂക്ക് പറഞ്ഞാൽ അങ്ങാടി. അപ്പോൾ ഇല കൂടുമ്പോൾ ലേക്ക് എന്നൊരർത്ഥം കൂടും. ഇല സൂക്ക്, അങ്ങാടിയിലേക്ക് പോയി. അങ്ങനെ വജാ, വന്നു. ഉപ്പ അങ്ങാടിയിലേക്ക് പോയി. പിന്നെ എന്ത് ചെയ്തു? വജാ, വന്നു. ബിൽ അറുസി, എന്തുകൊണ്ടാണ് വന്നത്? ബി പറഞ്ഞാൽ കൊണ്ട് എന്നൊരർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൊണ്ട്. എന്ത്? അറുസ് പറഞ്ഞാൽ അരി കൊണ്ടുവന്നു. അരി മാത്രമല്ല, വൽ ഖദറവാത്തി, ഖദറവാത്ത് പറഞ്ഞാൽ പച്ചക്കറി. അപ്പോൾ അരിയും, ഈ വാ വരുമ്പോൾ ആൻഡിൻ്റെ ഒരർത്ഥം നമ്മൾ പറയണം. ആൻഡ്, ഒരു കാര്യം പറഞ്ഞ അടുത്തൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ചേർക്കുന്നതാണല്ലോ, അറബിയിൽ വാ എന്നാണ് ചേർക്കുക. അപ്പോൾ അരിയും പച്ചക്കറിയും കൊണ്ടുവന്നു. എന്നിട്ട് വസ്വനഅത്ത്, സ്വനഅത്ത് പറഞ്ഞാൽ പാകം ചെയ്തു എന്ന് പറയാം, പാകം ചെയ്തു, ഉണ്ടാക്കി എന്നൊക്കെ പറയാം. ആര്? ഇവിടെ ഒരു ലാസ്റ്റ് താവ് വന്നതിപ്പോൾ മനസ്സിലാക്കാതെ ഒരു സ്ത്രീ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. വസ്വനഅത്തിൽ വാലിദത്തു, കണ്ടില്ലേ? ഉമ്മ എന്ത് ചെയ്തു? ഉണ്ടാക്കി, പാകം ചെയ്തു. എന്ത്? അത്വാം, ത്വാം പറഞ്ഞാൽ ഭക്ഷണം, ഭക്ഷണം പാകം ചെയ്തു. വസ്വനഅത്തിൽ വാലിദത്തു അത്വാമ, ഉമ്മ ഭക്ഷണം പാകം ചെയ്തു എന്ന് മൊത്തത്തിൽ പറയാം.
അങ്ങനെ ബഅദ തൻലീഫ്, ബഅദ പറഞ്ഞാൽ ആഫ്റ്റർ, ശേഷം എന്നൊക്കെ പറയാം, ശേഷം. അത്തൻലീഫ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വൃത്തിയാക്കൽ. അപ്പോൾ വൃത്തിയാക്കലിന് ശേഷം തവല്ലഉ എന്നാണ്. തവല്ലഉ പറഞ്ഞാൽ അതിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, വുളു ചെയ്തു എന്നാണ്. വുളു ചെയ്തു, വുളു ചെയ്തു. ഈ ലാസ്റ്റ് ഇവിടെ ഒരു വാവ് കൂടുന്നതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുക. അവർ വുളു ചെയ്തു എന്ന് പറയാം. അവർ വുളു ചെയ്തു. അതേപോലെ വുളു ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? വസല്ലു, അവരെന്ത് ചെയ്തു? നിസ്കരിച്ചു. നിസ്കരിച്ചു. എന്താ വാവ് കൂടിയത് കൊണ്ട് അവർ എന്ന് പറയാം. അവർ നിസ്കരിച്ചു. ഏതാണ്? സ്വലാത്തുൽ ളുഹ്രി, ളുഹ്ർ നിസ്കാരം, നിസ്കരിച്ചു അല്ലേ. ഇനി സുമ്മ, പിന്നെ ജലസു എന്ന് പറഞ്ഞാൽ അവർ ഇരുന്നു. ജലസ, ഇരുന്നു. ഇവിടെ വാവ് അലിഫും കൂടുമ്പോൾ അവർ എന്നർത്ഥം പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അവർ ഇരുന്നു. ഇരുന്നിട്ട് എന്ത് ചെയ്തു? വത്തനാവലു ത്വആമ, അവർ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. അവർ രണ്ടും ഇവിടെ കൂട്ടിങ്ങാണ്ട് പറയാം. ത്വആമ് ഭക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. തനാവലു അത്വആം, അവരെന്ത് ചെയ്തു? അവർ ഭക്ഷണം കഴിച്ചു എന്ന് നമുക്ക് പറയാം കൂട്ടി പറയുമ്പോൾ. വ ബഅദൽ അക്കിലി, തീറ്റയ്ക്ക് ശേഷം. അക്കിൽ പറഞ്ഞാൽ തീറ്റ എന്ന് പറയാം. ബഅദ നേരത്തെ പറഞ്ഞല്ലോ ശേഷം. വ ബഅദൽ അക്കിലി, തീറ്റയ്ക്ക് ശേഷം, അല്ലെങ്കിൽ തിന്നുന്നതിന് ശേഷം, തിന്നലിന് ശേഷം എന്നൊക്കെ പറയാം. തീറ്റയ്ക്ക് ശേഷം ദഹബത്തിൽ വാലിദത്തു, എന്താ ഇത് താ വന്നാൽ മനസ്സിലാക്കാതൊരു പെണ്ണാണെന്ന്. പോയി എന്നാണ് അർത്ഥം. ദഹബത്തിൽ വാലിദത്തു, ഉമ്മ പോയി. ഉമ്മയും, ഉമ്മ മാത്രമല്ല, വൽ ഉഖ്താനി, രണ്ട് സഹോദരിമാരും പോയി. രണ്ട് സഹോദരിമാരും പോയി. എവിടേക്ക്? ഇലൽ മത്ബഖ്. മത്ബഖ് പറഞ്ഞാൽ അടുക്കളയാണ്. അപ്പോൾ ഇലൽ മത്ബഖ് പറഞ്ഞാൽ അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് വഗസൽന, ലാസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു ന കൂടിയിട്ടുണ്ട്. വഗസൽന, കഴിഞ്ഞ പാഠത്തിൽ നമ്മളിതൊക്കെ ഇതിൻ്റെ ഒരു രൂപമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർ കഴുകി എന്നാണ്. ഗസല കഴുകി, അതങ്ങനെ കുറേ സ്ത്രീകൾ കഴുകി എന്നാവുമ്പോൾ ഗസൽന എന്നാണ് പറയുക. എന്താണ് അവർ കഴുകിയത്? അൽ അവാനി, അൽ അവാനിയ, പാത്രങ്ങൾ. ഇപ്പോൾ ഗസൽനൽ അവാനിയ പറഞ്ഞാൽ അവർ പാത്രങ്ങൾ കഴുകി. അപ്പോൾ ഇതൊക്കെയാണ് പാഠഭാഗം. ഇനി ഹയ്യാ നഖ്റഉ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കുറേ ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? അസമ, അസമ പറഞ്ഞാൽ തീരുമാനിച്ചു എന്നാണല്ലോ നമ്മൾ അർത്ഥം പറഞ്ഞത്. അസമ തീരുമാനിച്ചു. പിന്നെ ഗസല, ഗസല പറഞ്ഞാൽ കഴുകി. ദഹബ പോയി. സ്വനഅത്ത് എന്ന് പറഞ്ഞാൽ പാകം ചെയ്തു അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നും പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ത വന്നു, അപ്പോൾ ഇത് ഒരു പെണ്ണാണ് എന്ന് മനസ്സിലാക്കണം, ഒരു മുഅന്നസാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ജാ, ജാ പറഞ്ഞാൽ വന്നു. ത ഇല്ലെങ്കിൽ പിന്നെ അത് ആണായിരിക്കും, ത ഉണ്ടെങ്കിൽ പെണ്ണായിരിക്കും, മനസ്സിലാക്കുക. ഇനി കനസ എന്ന് പറഞ്ഞാൽ രണ്ടുപേർ, അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അടിച്ചു വാരി എന്നാണ് അർത്ഥം പറയാം. അവർ രണ്ടുപേരും, അവർ രണ്ടുപേരെന്ന് പറയാൻ കാരണം ഇവിടെ ലാസ്റ്റ് അലിഫ് കൂടിയത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കനസത്ത എന്ന് പറഞ്ഞാലും അവർ രണ്ടുപേരും അടിച്ചു വാരി എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ താ കൂടിയത് കൊണ്ട് അത് രണ്ട് സ്ത്രീകൾ അടിച്ചു വാരി എന്നാണ് പറയുക. അവർ രണ്ട് സ്ത്രീകൾ അടിച്ചു വാരി എന്ന് മനസ്സിലാക്കുക. ഇനി അവർ രണ്ടുപേർ എന്ന് പറഞ്ഞാലും അത് സ്ത്രീകളാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഗസലത്ത, അതേപോലെ തന്നെ അവർ രണ്ടുപേരും കഴുകി, ഇതും ത ലാസ്റ്റ് വന്നുകൊണ്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, അത് സ്ത്രീ ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നല്ലഫ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും വൃത്തിയാക്കി എന്നാണ്. വൃത്തിയാക്കി, ഇവിടെ ലാസ്റ്റ് ത ഇല്ല. അപ്പോൾ ആ രണ്ടുപേരാരാണ്? ആണാണ്, മുദക്കറാണെന്ന് മനസ്സിലാക്കണം. പിന്നെ സൊല്ലു എന്ന് പറഞ്ഞാൽ അവർ, അവർ ഒന്നുമല്ല രണ്ടുമല്ല, അതിൽ കൂടുതൽ ആളുകളുണ്ടാവും. അപ്പോഴാണ് നമ്മൾ അവർ എന്ന് പറയാം. അവർ എല്ലാവരും എന്ന് വേണമെങ്കിലും പറയാം. എല്ലാവരും. സൊല്ലു എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു എന്നാണ്. അവർ എല്ലാവരും നിസ്കരിച്ചു, അല്ലെങ്കിൽ അവർ നിസ്കരിച്ചു എന്നും പറയാം. പിന്നെ ജലസു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ അവർ എന്ന് പറയാനൊരു വാവ് അലിഫൊക്കെ കൂടിയിരിക്കണു. നേരത്തെ പറഞ്ഞു കൊടുത്തു അങ്ങനെ കൂടിയിരിക്കണു. അവർ എല്ലാവരും ഇരുന്നു. ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല, ഒരു പ്രാവശ്യം അത് പറഞ്ഞല്ലോ. അവർ എല്ലാവരും, അവസാനം വാവ് അലിഫും വന്നാൽ അവർ എന്നർത്ഥം പറയണം. ബദഉ, അവർ തുടങ്ങി അല്ലേ. അവർ എല്ലാവരും തുടങ്ങി എന്നാണ് അർത്ഥം പറയുക.
പിന്നെ തവല്ലഉ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വുളു ചെയ്തു എന്നാണ്. അവരെല്ലാവരും വുളു ചെയ്തു. പിന്നെ ദഹബിന, ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ഈ സൊല്ലു, ജലസു, ബദഉ, തവല്ലഉ എന്ന് പറഞ്ഞതൊക്കെ ആണുങ്ങളാണെന്ന് മനസ്സിലാക്കണം. അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ അതൊക്കെ ആണുങ്ങളാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇനി അത് പെണ്ണാകുമ്പോൾ ഒരു സ്ത്രീയാണ്, അല്ലെ ഒരു സ്ത്രീയല്ല കൂടുതൽ സ്ത്രീകളാണ് ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ എങ്ങനെയാണ് വരിക? ഇപ്പോൾ ഒരു ഉദാഹരണം, ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ദഹബ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേര് പോയി, ദഹബ് പറഞ്ഞാൽ അവരെല്ലാവരും പോയി, അതൊക്കെ ആണുങ്ങളാണ്. പിന്നെ ദഹബത്ത് എന്ന് പറയുമ്പോൾ അവൾ പോയി എന്നാണ്, ഒരു പെണ്ണ് പോയി. ദഹബത്ത അവർ രണ്ടുപേർ പോയി എന്ന് പറയും. പിന്നെ ദഹബിന എന്നാണ് പറയുക, അവരെല്ലാ സ്ത്രീകളും പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെല്ലാവരും പോയി എന്ന് പറഞ്ഞാലും സ്ത്രീകളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലാസ്റ്റ് കൂടിയാൽ സ്ത്രീകളാണ് എന്ന് മനസ്സിലാക്കുക. ഗസൽന എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കഴുകി എന്നാണ്. അവരെല്ലാവരും ഈ കൂടിയത് കൊണ്ട് അവരെല്ലാ സ്ത്രീകളും കഴുകി എന്ന് മനസ്സിലാക്കണം. ഇനി ഇവിടെ അതിൻ്റെ താഴത്തത അത് നുക്കമ്മിലു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ പൂരിപ്പിക്കാനാണ്. അസമ അല്ലേ, അസമ പറഞ്ഞാൽ തീരുമാനിച്ചു എന്ന് നമുക്ക് ഷോർട്ടാക്കി അർത്ഥം പറയാം. പക്ഷേ അത് കറക്റ്റ് എങ്ങനെയാണ്? അവൻ തീരുമാനിച്ചു എന്നാണ്. അവൻ തീരുമാനിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അതാരാണ് തീരുമാനിച്ചത്? അവൻ, ഒരു പുരുഷനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അസമ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം വന്നത്? ഒരലിഫ് കൂടി ലാസ്റ്റ്. അപ്പോൾ അർത്ഥത്തിൽ എന്താ വ്യത്യാസം വന്നത്? അവർ രണ്ടുപേർ തീരുമാനിച്ചു. അവർ രണ്ടുപേർ തീരുമാനിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ എഴുതണില്ല, അത് നേരത്തെ പറഞ്ഞല്ലോ. അവർ രണ്ടുപേർ തീരുമാനിച്ചു എന്നാണ് അർത്ഥം പറയാം. ഇനി അടുത്തത് കുറച്ചും കൂടി വ്യത്യാസപ്പെട്ടു അല്ലേ. അവസാനം ഒരു വാവും അലിഫും കൂടിയാണ് ചേർന്നത്. അപ്പോൾ അവിടെ എന്തായി അർത്ഥം? അവരെല്ലാവരും തീരുമാനിച്ചു എന്നായി. എല്ലാവരും. ഇത് മനസ്സിലാക്കേണ്ടത് ഇത് ആണാണ് എന്നും കൂടി മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ മുദക്കർ എന്നാണ്. ആണുങ്ങളെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നതിന് മുദക്കർ എന്ന് പറയും. സ്ത്രീകളെ മുഴുവനായിട്ട് സൂചിപ്പിക്കുന്നതിന് മുഅന്നസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ആണുങ്ങളാണെന്ന് മനസ്സിലാക്കുക. അവരെല്ലാവരും തീരുമാനിച്ചു. ഇനി അസമത്ത് എന്നാണ്. ലാസ്റ്റ് ഒരു താണ് കൂടുമ്പോൾ അവൾ എന്നായി. അവൾ തീരുമാനിച്ചു എന്നാവും. ഒരാളാണ്, ഒരു സ്ത്രീയാണ്. അപ്പോൾ അവൾ തീരുമാനിച്ചു. ഇനി അസമത്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? അവസാന അലിഫ് കൂടി അല്ലേ. അവർ രണ്ട് സ്ത്രീകൾ തീരുമാനിച്ചു എന്നാവും. അവർ രണ്ട് സ്ത്രീകളാണ് എന്ന് മനസ്സിലാക്കുക. തീരുമാനിച്ചു. പിന്നെ അസംന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദഹബിന, ഗസലിനൊക്കെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അവർ എല്ലാ സ്ത്രീകളും തീരുമാനിച്ചു എന്നാവും. അപ്പോൾ നോക്കൂ, അവൻ എന്ന് പറയുമ്പോൾ മുഫ്രദാണ്, ഒരാളുള്ളൂ. ഒന്നിനെ നമ്മൾ മുഫ്രദ് എന്നാണ് പറയുക, രണ്ടെണ്ണത്തിന് മുസന്ന എന്നാണ് പറയുക. രണ്ടിൽ കൂടുതൽ എത്ര ഉണ്ടെങ്കിലും അതിന് ജംഅ എന്നാണ് പറയുക. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അസമ എന്നുള്ളത് അവൻ തീരുമാനിച്ചു, മുഫ്രദാണ്. അസമ അവർ രണ്ടുപേർ തീരുമാനിച്ചു, അത് മുസന്നയാണ്, മുദക്കറാണ്. പിന്നെ അസമു അവരെല്ലാവരും തീരുമാനിച്ചു, അത് ജംആണ്, മുദക്കറാണ്. അപ്പോൾ ഈ ആദ്യത്തേത് മൂന്നെണ്ണം ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആണിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്, മുദക്കറിനെ സൂചിപ്പിച്ച് പറയുന്നതാണെന്ന് പറയാം. ഇനി അസമത്ത് പറഞ്ഞാൽ അവൾ തീരുമാനിച്ചു, അസമത്ത അവർ രണ്ട് സ്ത്രീകൾ തീരുമാനിച്ചു, അസംന പറഞ്ഞാൽ അവരെല്ലാ സ്ത്രീകളും തീരുമാനിച്ചു. അപ്പോൾ ഇത് മൂന്നും സ്ത്രീകൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഇത് മുദക്കറാണ്, ഇത് മൂന്നും മുദക്കറാണ്, ഇത് മൂന്നും മുഅന്നസാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അപ്പോൾ അത് ഇനി മറ്റേത് ഇതിൻ്റെ താഴെയുള്ളതൊക്കെ ഇങ്ങനെ വരിക, നമുക്ക് പൂരിപ്പിക്കാം. അതാണല്ലോ ഇവിടെ ചെയ്യേണ്ടത്. ദഹബ എന്നിവിടെ ഒരു അലിഫ് കൂട്ടി പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേർ പോയി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒറ്റക്കുള്ളത് എന്തായിരിക്കും? മുഫ്രദ് എന്തായിരിക്കും? ദഹബ എന്നാണ് വരിക. ദഹബ അവൻ പോയി, ദഹബ അവർ രണ്ടുപേർ പോയി. ഇനി അവരെല്ലാവരും പോയി എന്നുള്ളതിന് ഇവിടെ ആക്കാൻ ഒന്നുമില്ല, അവസാനം ഒരു വാവും ഒരു അലിഫും കൂട്ടി കൊടുക്കുക. ദഹബു അവരെല്ലാവരും പോയി എന്നായി. പിന്നെ ദഹബത്ത് അവൾ പോയി, ഒരു സ്ത്രീ അല്ലേ, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി അവർ രണ്ട് സ്ത്രീകൾ പോയി എന്നുള്ളതിന് എങ്ങനെ പറയാം? മുകളിലുള്ളത് നോക്കിയാൽ മനസ്സിലാവും. അസമത്ത എന്ന് പറഞ്ഞ പോലെ ദഹബത്ത എന്ന് പറഞ്ഞാൽ മതി. താവ് കൂടണം, സ്ത്രീ ആകുമ്പോൾ താവ് കൂടണം. ഇനി
ദഹബത്ത് ദഹബത്ത. ഇനി ഇവിടെ ദഹബത്തു എന്ന് പറയരുത്, കുട്ടികളൊക്കെ സാധാരണ അങ്ങനെ പറയാറ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ദഹബ്ന എന്ന് പറഞ്ഞാൽ മതി. ദഹബ്ന. അപ്പോൾ അതൊന്നുമില്ല, ഫസ്റ്റ് ദഹബ എന്നാണല്ലോ പറഞ്ഞത്. അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, ഒരു ന ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആ ബാഇനൊരു സുക്കൂന് ചെയ്യുക. ബാഇന് എന്നല്ല, അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ളത് ഏതക്ഷരമാണെങ്കിലും അതിന് സുക്കൂന് കൊടുക്കുക, അവസാനം ഒരു ന കൂട്ടി കൊടുക്കുക. അപ്പോൾ ജംഅ മുഅന്നസായി എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളെ സൂചിപ്പിക്കാനായി എന്നർത്ഥം. ഇനി ജലസ ഇവിടെ ഉണ്ട് അല്ലേ, ജലസ അവൻ ഇരുന്നു എന്നാവും. ഇനി അവർ 2 പേർ ഇരുന്നു എന്നാക്കാൻ ഒരു അലിഫ് ലാസ്റ്റ് കൂട്ടി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ജലസ അവർ 2 പേർ ഇരുന്നു. ഇനി അവരെല്ലാവരും ഇരുന്നു. ഇതൊക്കെ ആണാണേ. ഈ സൈഡ് മുഴുവനായിട്ട് ആണുങ്ങളെക്കുറിച്ചാണ്, മുദക്കറാണ്. ഇനി ഈ സൈഡ് മുഴുവനായിട്ട് മുഅന്നസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുഅന്നസ്. ഇതൊക്കെ മുദക്കർ. അപ്പോൾ ജലസ, ഇനി അവരെല്ലാവരും ഇരുന്നു എന്നുള്ളതിന് ലാസ്റ്റ് ഒരു വാവ് കൂട്ടി കൊടുക്കുക, അലിഫും കൂട്ടുക. ജലസു അവരെല്ലാവരും ഇരുന്നു. ഇനി ഒരു സ്ത്രീ ഇരുന്നതിനാണ് എന്തോന്ന് ലാസ്റ്റ് ഒരു ത മാത്രം കൂട്ടി കൊടുത്താൽ മതി. ജലസത്ത്. സിമ്പിളാണ്. പിന്നെ ജലസത്ത അവർ 2 സ്ത്രീകളിരുന്നു. നമ്മൾ നേരത്തെ ദഹബിന അസംന ദഹബിനൊക്കെ പറഞ്ഞ പോലെ ജലസ്ന എന്ന് പറയാം. മനസ്സിലായാൽ വളരെ സിമ്പിളാണ്. ജലസ്ന അവരെല്ലാ സ്ത്രീകളും ഇരുന്നു എന്നായി. ഇനി കനസ ഇവിടെ ഉണ്ട്, അടിച്ചുവാരി. അവൻ അടിച്ചുവാരി എന്ന്. അവർ 2 പേര് അടിച്ചുവാരി എന്നതിന് എന്താ ചെയ്യുക, ഒരു അലിഫ് കൂട്ടി കൊടുക്കുക, കനസ. പിന്നെ അവരെല്ലാവരും അടിച്ചുവാരി എന്നുള്ളതിന് എന്താ വരിക, ഒരു വാവും അലിഫും കൂട്ടി കൊടുക്കുക, കനസു. ഇനി അവൾ അടിച്ചുവാരി എന്നുള്ളതിന് എന്ത് ചെയ്യുക, ഒരു താവ് കൂട്ടി കൊടുക്കുക. ഫസ്റ്റ് കനസയാണല്ലോ, അവൻ അടിച്ചുവാരി എന്നുള്ളത്. അപ്പോൾ അവൾ അടിച്ചുവാരി എന്നുള്ളത് അതിനേക്കാൾ കൂടുതൽ ഒരു താവ് കൂട്ടി കൊടുക്കുക, കനസത്ത്. അവൾ അടിച്ചുവാരി. അവർ 2 സ്ത്രീകൾ അടിച്ചുവാരി എന്നുള്ളതിന് ഒന്നും വേണ്ട, ഒരു അലിഫ് കൂട്ടി കൊടുക്കുക, കനസത്ത. പിന്നെ അവർ എല്ലാ സ്ത്രീകളും അടിച്ചുവാരി എന്നുള്ള കനസിന് അവിടെ ഉണ്ട്. ഇനി തവല്ല എന്നിവിടെ ഉണ്ട്. അവർ 2 പേർ വുളു ചെയ്തു, ആണുങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, ആ അലിഫിന് മാറ്റിങ്ങാണ്ട് ആണ് എഴുതിയാൽ അതിൻ്റെ മുഫ്രദായി തവല്ല അവൻ വുളു ചെയ്തു. പിന്നെ ഇവിടെ അലിഫ് കൂടിയിട്ടുണ്ടല്ലോ, തവല്ല അവർ 2 പേർ വുളു ചെയ്തു. അപ്പം ഇനി അവരെല്ലാവരും വുളു ചെയ്തു എന്ത് ചെയ്യുക, വാവ് കൂട്ടുക, തവല്ല അവരെല്ലാവരും വുളു ചെയ്തു. ഇനി അവൾ വുളു ചെയ്തു എന്നുള്ളതിന് തവല്ല അച്ച് എന്ന് പറയേണ്ടത് ആ ഒരു താവ് കൂടി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അലിഫ് കൂട്ടി കൊടുത്താൽ അവർ 2 സ്ത്രീകൾ വുളു ചെയ്തു എന്നായി, തവല്ല അത്ത. ഇനി അവരെല്ലാ സ്ത്രീകളും വുളു ചെയ്തു എന്നുള്ളതിന് സിമ്പിളാണ്, ലാസ്റ്റ് ഒരു ന കൂട്ടി കൊടുക്കുക, അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുക, തവല്ല ഇന. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അടുത്ത വർക്ക് എന്താ, നുക്കമ്മിലു ബി സിയഗത്തിൽ മുനാസിബത്തി മിനൽ മുറബ്ബ. ഇവിടെ 6 സെൻറ്റൻസുകളുണ്ട്. അതിൻ്റെ നടുഭാഗത്ത് ഒരു ഫിഅല് വിട്ടുപോയിട്ടുണ്ട്. അത് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഓരോന്നിനോടും യോജിക്കുന്നത് ഇതാണ്. പിന്നെ യോജിക്കുന്നിടത്ത് എഴുതിയാൽ മതി. നോക്കൂ, നമ്മൾക്ക് ആദ്യം മുകളിലുള്ളതിൻ്റെ അർത്ഥം നോക്കാം, അപ്പോൾ അതൊക്കെ മനസ്സിലാവുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മുഫ്രദ് മുസന്ന ജം നോക്കണം, 1 ആണോ 2 ആണോ, പിന്നെ 2ൽ കൂടുതലുണ്ടോ എന്ന് നോക്കണം. പിന്നെ മുദക്കറാണോ മുഅന്നസാണോ, ആണാണോ പെണ്ണാണോ നോക്കിങ്ങാണ്ടാണ് ചെയ്യുക. കത്തബ എന്ന് പറഞ്ഞാൽ അവർ 2 പേർ എഴുതി എന്നാണ് അല്ലേ, അത് ആണാണ്, മുസന്നയാണ്. മുസന്ന മുദക്കർ എന്നൊക്കെ പറയാം. ജലസ്ന പറഞ്ഞാൽ അവർ എല്ലാ സ്ത്രീകളും ഇരുന്നു എന്നാണ്, അത് ജം ആണ്, പിന്നെ മുഅന്നസാണ്, അഥവാ കൂടുതൽ ആളുകളുണ്ട്, പെണ്ണുകളാണ്. അക്കലു അവർ എല്ലാവരും തിന്നു എന്നാണ്, അത് ജം മുദക്കറാണ്. ഖറഅർന അവൻ ഓതി അല്ലെങ്കിൽ അവൻ വായിച്ചു എന്നൊക്കെ പറയാം. ഖുർആനാണെങ്കിൽ ഓതി എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ വായിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ അത് മുഫ്രദാണ്, മുദക്കറാണ്. ജാഊ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വന്നു, അത് ജം ആണ്, എല്ലാവരും എന്ന് പറഞ്ഞാൽ ജം ആണല്ലോ. പിന്നെ അതെന്താണ്, മുദക്കറാണ്. പിന്നെ നസ്വറത്ത എന്ന് പറഞ്ഞാൽ അവർ 2 സ്ത്രീകൾ സഹായിച്ചു എന്നാണ്, അത് മുസന്നയാണ്, 2 ആവുമ്പോൾ മുസന്നയാണ്. പിന്നെ മുഅന്നസാണ്, സ്ത്രീയാണ്. പിന്നെ ഫത്തഹത്ത് എന്നാണ്, ഫത്തഹത്ത് എന്ന് പറഞ്ഞാൽ അവൾ തുറന്നു എന്നാണ്. ഫത്തഹ അവൻ തുറന്നു, ഫത്തഹത്ത് അവൾ തുറന്നു എന്നാണ്. അപ്പോൾ
പിന്നെ അത് മുഫ്രദാണ്, ഒരാളായതുകൊണ്ട് മുഫ്രദാണ്. പിന്നെ മുഅന്നസാണ്, സ്ത്രീ ആയതുകൊണ്ട് മുഅന്നസാണ്. പിന്നെ നളറത്ത് എന്നാണ്, അവൾ നോക്കി എന്നാണ്. ഫത്തഹത്തും നളറത്തൊക്കെ ഒരേ സാധനം തന്നെയാണ്, അർത്ഥ വ്യത്യാസമാവുള്ളൂ. മുഫ്രദാണ് എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ, മുഅന്നസാണ്, സ്ത്രീ എന്നാണ്. ഇനി നോക്കൂ, ഒന്നാമത്തത് സാലിമുൻ. സാലിം എന്ത് ചെയ്തു? ഡാഷ് അൽ ഖുർആൻ, ഖുർആൻ. ഇവിടെ ഓതി എന്നുള്ളതാണ് വേണ്ടതില്ലേ. സാലിം ഖുർആൻ ഓതി. സാലിം എന്ന് പറഞ്ഞ ആണാണ്, ഒരാളുള്ളൂ. അപ്പോൾ അതിനോട് യോജിക്കുന്നതാണ് വേണ്ടത്. ഇതാണ് ഖറ. അപ്പോൾ എങ്ങനെ വരും? സാലിമുൻ ഖറ അൽ ഖുർആൻ, സാലിമ ഖുർആൻ ഓതി. സിമ്പിളാണ്. ഇനി രണ്ട്, അത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ, അദ്ദർസ പാഠം എന്ത് ചെയ്തു? ഇവിടെ ത്വാലിബാനി പറഞ്ഞാൽ രണ്ട് വിദ്യാർത്ഥികൾ, ആണാണ്, മുദക്കറാണ്. പിന്നെ രണ്ടാളുണ്ട്, അപ്പോൾ മുസന്നയാണ്. അപ്പോൾ മുസന്ന മുദക്കറായ ഒരു ഫീൽ ഇതിലേതാണുള്ളത്? ഇതാണ് കത്തബ. കത്തബ പറഞ്ഞാൽ അവർ രണ്ടുപേർ എഴുതി എന്നാണ്. അപ്പോൾ ത്വാലിബാനി കത്തബ അദ്ദർസ, രണ്ട് വിദ്യാർത്ഥികൾ അവർ പാഠം എഴുതി എന്നർത്ഥം വരും. ഇനി മൂന്നാമത്തത്, രണ്ടിവിടെ കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തത് അൽ അത്ഫാൽ, കുട്ടികൾ ഡാഷ് അൽ അസ്മാർ. അസ്മാർ പറഞ്ഞാൽ പഴങ്ങൾ. കുട്ടികൾ പഴങ്ങൾ എന്ത് ചെയ്തു? തിന്നു എന്നല്ല വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അത്ഫാൽ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്, ജം ആണ്, കുറേ ആൾക്കാരുണ്ട്. പിന്നെ മുദക്കറുമാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് വേണം. അതെന്താണ്? അക്കലു എന്നാണ്, അവർ തിന്നു എന്നർത്ഥം. അപ്പോൾ അതാണ് ഇവിടെ ചേർക്കേണ്ടത്. അക്കലു അൽ അത്ഫാലു അക്കലു അൽ അസ്മാർ. കൂട്ടി പറയുമ്പോൾ അൽ അത്ഫാലു അക്കലുൽ അസ്മാർ എന്ന് പറയാം. അപ്പോൾ എന്താ അർത്ഥം വരിക? കുട്ടികൾ പഴങ്ങൾ തിന്നു എന്നർത്ഥം പറയും. ഇനി അൽ ബിന്തു, നാലാമത്തത് അൽ ബിന്തു, പെൺകുട്ടി. അപ്പോൾ മാറി, എന്താണ്? ഒരു സ്ത്രീയാണല്ലേ, മുഫ്രദാണ്, മുഅന്നസാണ്. ബാബൽ ബൈത്തി, വീടിൻ്റെ വാതിൽ എന്ത് ചെയ്തു? തുറന്നു എന്നല്ല വരിക. ഫതഹത്ത് എന്നാണ് വേണ്ടത്. അവൾ തുറന്നു എന്നർത്ഥം. അൽ ബിന്തു ഫതഹത്ത് ബാബൽ ബൈത്ത്, ഒരു പെൺകുട്ടി വീടിൻ്റെ വാതിൽ തുറന്നു എന്നർത്ഥം വരും. ഇനി അഞ്ചാമത്തെ എന്താ? ലുഖ്താനി, രണ്ട് സഹോദരിമാർ ഡാഷ് ജദ്ദത്തഹുമാ, അവരുടെ വല്ലിപ്പയെ. എന്താണ് ഇവിടെ വേണ്ടത്? ഇവിടെ അൽ-ഉഖ്താനി പറഞ്ഞ രണ്ട് സഹോദരിമാർ, രണ്ടാളുണ്ടായതുകൊണ്ട് മുസന്നയാണ്. സഹോദരി പെണ്ണായതുകൊണ്ട് മുഅന്നസാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്ന ഏതാ? നസ്വറത്ത, അവർ രണ്ടുപേരും സഹായിച്ചു എന്നർത്ഥം വരും. അപ്പോൾ അൽ-ഉഖ്താനി നസ്വറത്ത ജദ്ദത്തുഹുമാ, രണ്ട് സഹോദരിമാർ അവർ അവരുടെ വല്ലിപ്പയെ സഹായിച്ചു എന്നർത്ഥം പറയും. ഇനി ആറാമത്തത് അത്വാലിബാത്തു, വിദ്യാർത്ഥിനികൾ എന്നാണ്, പെണ്ണാണ്. പിന്നെ വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ ജം ആണ്, കുറേ ആൾക്കാരുണ്ട്. പിന്നെ പെണ്ണായതുകൊണ്ട് മുഅന്നസുമാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഇതിലേതാണുള്ളത്? ഇവിടെ ഡാഷ് അലൽ മക്കാദി എന്നുണ്ട്, ബെഞ്ചിന്മേൽ എന്ത് ചെയ്തു? ജലസ്ന, കുറേ സ്ത്രീകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ജലസ്ന എന്നാണ് ഇവിടെ വേണ്ടത്. ജലസ്ന, അവർ ഇരുന്നു. ത്വാലിബാത്തു ജലസ്ന അലൽ മക്കാദി, വിദ്യാർത്ഥിനികൾ ബെഞ്ചിന്മേൽ ഇരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കിങ്ങാണ്ട് ചേർക്കുക. ഇനി അടുത്ത് നോക്കൂ, നുലാഹിദു വനഫ്ഹമുൽ ഫിഅലൽ മാളി ലിൽ ഗായിബ്. ഇത് ഈ ബോക്സാണ് നോക്കിയാൽ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. നോക്കൂ, ഇവിടെ കുറച്ച് ഫീലുകളുണ്ട്. ഇതൊന്ന് ആദ്യം ശ്രദ്ധിക്കൂ. ഫഅല, ഫഅല, ഫഅലു. ഫഅല എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചു. ഫഅല, അവർ രണ്ടുപേർ പ്രവർത്തിച്ചു. ഫഅലു, അവർ എല്ലാവരും പ്രവർത്തിച്ചു. ഇത് മൂന്നും, ഈ മൂന്ന് ഫീലുകളും മുദക്കറാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ ആണിനെ സൂചിപ്പിക്കുന്നതാണ് എന്നർത്ഥം. മുദക്കർ എന്നിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് മുദക്കറാണ്, ആണിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി താഴത്ത് നോക്കൂ, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന. എന്താർത്ഥം? ഫഅലത്ത് എന്ന് പറഞ്ഞാൽ അവൾ പ്രവർത്തിച്ചു. ഫഅലത്ത, അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽന എന്ന് പറഞ്ഞാൽ അവർ എല്ലാ സ്ത്രീകളും പ്രവർത്തിച്ചു. ഇതിങ്ങനെ ഈ മൂന്നെണ്ണം ഇതെന്താണ്? മുഅന്നസാണ്, സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക? ഇനി നേരെ മുകളിലേക്ക് നോക്കൂ, മുഫ്രദ് എന്ന് കണ്ടില്ലേ? ഈ രണ്ടെണ്ണം, ഏത്? ഫഅല എന്നുള്ളതും പിന്നെ ഫഅലത്ത് എന്നുള്ളതും, ഈ രണ്ടെണ്ണം
ഇങ്ങനെ എന്താണ് അത് മുഫ്രദാണ്, രണ്ടും മുഫ്രദാണ്. ഫഅല എന്ന് പറഞ്ഞാൽ മുഫ്രദ് മുദക്കറാണ്, ഫഅലത്ത് എന്ന് പറഞ്ഞാൽ മുഫ്രദ് മുഅന്നസാണ്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ മുഫ്രദ് പറഞ്ഞാൽ അർത്ഥം അതിലൊന്നേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഫഅല പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചു, ഒരാളാണല്ലോ. ഫഅലത്ത് എന്ന് പറഞ്ഞാൽ അവൾ പ്രവർത്തിച്ചു, അപ്പോഴും ഒരാളാണല്ലോ ഉള്ളത്. ഇനി മുസന്ന രണ്ടാമത്തത് ഇതാ ഈ രണ്ട് കള്ളികളിൽ ഈ ഫഅല എന്നുള്ളതും ഫഅലത്ത എന്നുള്ളതും ഇത് രണ്ടും എന്താണ്? അത് രണ്ടും മുസന്നയാണ്. മുസന്ന പറഞ്ഞാൽ രണ്ട് ആളുകളെ സൂചിപ്പിക്കുന്നതാണ്. അതിൽ ഫഅല എന്ന് പറഞ്ഞാൽ മുസന്ന മുദക്കറാണ്, ഇതാ രണ്ടാളാണ്, ആണിനെ സൂചിപ്പിക്കുന്നതാണ്. ഫഅലത്ത പറഞ്ഞാൽ മുസന്നയാണ്, പക്ഷെ അത് മുഅന്നസാണ്, രണ്ട് പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് വ്യത്യാസം, സിമ്പിളാണ്. ഇനി ഫഅലു അതേപോലെ ഫഅൽന, ഫഅലു ഫഅൽന ഇത് രണ്ടും എന്താണ്? ഇതാ ഇത് ജം ആണ്. ജം എന്ന് പറഞ്ഞാൽ മുഫ്രദ് പറഞ്ഞാൽ ഒന്നാണ്, മുസന്ന പറഞ്ഞാൽ രണ്ട്, ജം പറഞ്ഞാൽ മൂന്നല്ല, 2+ എത്ര ആയാലും ജം ആണ് പറയാം. 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും എത്രയാണെങ്കിലും ജം എന്നാണ് പറയാം. അപ്പോൾ ഫഅലു എന്നുള്ളതും ഫഅൽന എന്നുള്ളതും ജം ആണ്. ഫഅലു പറഞ്ഞാൽ അവർ പ്രവർത്തിച്ചു, അവരെല്ലാ പുരുഷന്മാരും പ്രവർത്തിച്ചു എന്നാണ് അതിൻ്റെ ഫുള്ളായിട്ട് അർത്ഥം പറയാം. അപ്പോൾ അത് ജം ആണ്, മുദക്കറാണ്, ആണിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഫഅൽന എന്ന് പറഞ്ഞാൽ അവർ എല്ലാ സ്ത്രീകളും പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അത് ജം ആണ്, മുഅന്നസാണ്, സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാം. ഇനി അടുത്തത് നുക്കമ്മിലു കമാ തഖദ്ദമ, മുമ്പ് വന്നതുപോലെ പൂരിപ്പിക്കാനാണ്. ഇവിടെ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല. ദറസ അത് മുസന്നാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു അലിഫ് ലാസ്റ്റ് കൂട്ടി കൊടുക്കുക, അതല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദറസ എന്നായി. ദറസ പറഞ്ഞാൽ അവൻ പഠിച്ചു, ദറസ എന്ന് പറഞ്ഞാൽ അവർ 2 പേർ പഠിച്ചു. മുദക്കറാണ്, ആണാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ജം ആക്കാൻ ഒരു വാവു അലിഫു ലാസ്റ്റ് കൂട്ടി കൊടുക്കുക. മുദക്കറാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു വാവും അലിഫും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? ദറസു എന്നായി. ദറസു അവരെല്ലാ പുരുഷന്മാരും അല്ലെങ്കിൽ അവരെല്ലാവരും പഠിച്ചു എന്നർത്ഥം പറയാം. അത് ആണാണ്, ആണിനെ സൂചിപ്പിക്കുന്നതാണ് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ മുഅന്നസ് എന്താ വരിക? മുകളിൽ നമ്മൾ നോക്കിയല്ലോ, മുകളിൽ പറഞ്ഞത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ദ ഫഅലത്ത് എന്നാണല്ലോ. അപ്പോൾ അതെന്താവും? ദറസത്ത് എന്നാവും. ലാസ്റ്റ് ഒരു താവ് കൂട്ടി കൊടുക്കുക, അവൾ പഠിച്ചു. ഇനി അതിനെ മുസന്നാക്കാൻ സിമ്പിളാണ്. ദറസത്ത അവർ 2 സ്ത്രീകൾ പഠിച്ചു. ഇനി ജം ആക്കുമ്പോഴാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. എങ്ങനെ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഒരു ന കൂട്ടി കൊടുക്കണം, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂന് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരിക? ദറസ്ന എന്നാവും. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ ഏത് ഫീലുകൾ തന്നാലും നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വർക്ക് എന്താ? നുറത്തിബുൽ കലിമാത്തി ഹത്താ തക്കൂന ജുംല. ഇവിടെ കുറച്ച് കലിമത്തുകളുണ്ട്. ദഹബു ഇല മക്ക അൽ മുസ്ലിമൂൻ. ഇതൊരു ജുംലയാകുന്ന ഒരു സെൻറ്റൻസ് ആകുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ്. ദഹബു പറഞ്ഞാൽ അവരെല്ലാവരും പോയി. ഇല പറഞ്ഞാൽ ലേക്ക് എന്നൊരർത്ഥം പറയാമല്ലേ, ടു എന്നർത്ഥം പറയാമല്ലോ. മക്ക പറഞ്ഞ ഒരു സ്ഥലമാണ്. മുസ്ലിമു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. അപ്പോൾ മുസ്ലിങ്ങൾ അവരെല്ലാവരും മക്കയിലേക്ക് പോയി എന്നുള്ളൊരർത്ഥമാണ് വരേണ്ടത്. അപ്പോൾ നമ്മളതൊക്കെ എങ്ങനെ ഓർഡറാക്കാം? അത് ആദ്യം ഇത് കൊടുക്കുക, അൽ മുസ്ലിമൂന. അപ്പോൾ എന്തായി? മുസ്ലിങ്ങൾ, അൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ. ഇനി എന്താ? ദഹബൂ അവർ പോയി. എവിടേക്ക്? ഇലാ മക്കത്ത മക്കയിലേക്ക്, അല്ലേ? അപ്പോൾ ഇതിൽ ഈ ദഹബൂ എന്നുള്ളതാണല്ലോ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അതങ്ങനെ ആക്കാം. ഇനി രണ്ടാമത്തത് അൽ ബനാത്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ. തവല്ല എന്ന് പറഞ്ഞാൽ അവർ വുളു ചെയ്തു. ഹുന്ന പറഞ്ഞാൽ അവരെല്ലാവരും എന്നുള്ള ഒരു ലമീറാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അൽ ബനാത്തു എന്നാദ്യം കൊടുക്കാം. അൽ ബനാത്തു പെൺകുട്ടികൾ. ഇനി അവരെല്ലാവരും എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യുക? ഹുന്ന എന്ന് കൊടുക്കുക. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന. കുറേ സ്ത്രീകളായതുകൊണ്ട് ഹുന്ന. അവരെല്ലാവരും തവല്ലന വുളു ചെയ്തു എന്നർത്ഥം പറയാം. അപ്പോൾ ഇതിങ്ങനെ അറബിയാക്കാം. ഇനി അടുത്തത് നുഅരിബു അറബിയാക്കാനാണ്. 2 വാക്കുകൾ. ഒന്നിവിടെ
രണ്ട് സെൻറ്റൻസിലാണെന്നുള്ളത്. ഒന്ന് അവൻ ചായ കുടിച്ചു, മറ്റൊന്ന് അവർ 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി എന്നാണ്. അവൻ ചായ കുടിച്ചു എന്നുള്ളതിന് സിമ്പിളാണ്, അവൻ കുടിച്ചു അല്ലേ. അപ്പോൾ അത് മുഫ്രദാണ്, മുദക്കറാണ്. അതിന് ഷെരിബ എന്നാണ് പറയുക. ഷെരിബ, അവൻ കുടിച്ചു എന്നായി. ഇനി എന്താണ് കുടിച്ചത്? ചായ അല്ലേ. അപ്പോൾ അഷായ, ഷെരിബ ഷായ, അവൻ ചായ കുടിച്ചു എന്നർത്ഥമായി. ഇനി അവർ 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി. 2 പെൺകുട്ടികൾ പോയി എന്നാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ വരിക? ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി, ദഹബത്ത് എന്ന് പറഞ്ഞാൽ അവൾ പോയി. ഇവിടെ 2 പെൺകുട്ടികളാണ്, അപ്പോൾ ദഹബത്ത എന്നാ പറയുക. ദഹബത്ത, 2 പെൺകുട്ടികൾ പോയി. എവിടേക്ക്? മദ്രസയിലേക്ക്. ലേക്ക് എന്നുള്ളതിന് ഇല കൊടുക്കുക, മദ്രസ ലാസ്റ്റ് കൊടുക്കുക. ഇലൽ മദ്രസത്തി, ഇലൽ മദത്ത്, ദഹബത്ത ഇലൽ മദ്രസത്തി. 2 പെൺകുട്ടി, അവർ 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി എന്ന് പറയാം. അടുത്തത് നക്തുബുൽ മുലാരിയ, മുലാരി എഴുതാനാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മാലി മുലാരിയൊക്കെ വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് ടെൻസ് എന്നൊക്കെ നമ്മൾക്ക് പറയാം. കഴിഞ്ഞു പോയ കാര്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് മാലി. ഇവിടെ ഉള്ള അസമ തീരുമാനിച്ചു, അസല കഴുകി, ദഹബ പോയി, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. ഒരു ഭൂതകാലമാണ്. ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലമാണ്. അപ്പോൾ അതൊക്കെ മാലിയാണ്. പിന്നെ മുലാരി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പഠിച്ചത്? ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസൻറ്റ്. ഈ 2 എണ്ണത്തിനും അറബിയിൽ മുലാരി എന്ന് പറയും. അഥവാ ഇനി ചെയ്യാനിരിക്കുന്ന ഒരു കാര്യം, ഭാവി കാലം എന്നൊക്കെ പറയും. ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നത്. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിനൊക്കെ മുലാരി എന്ന് പറയും. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അസമ തീരുമാനിച്ചു, അത് മാലിയാണ്. അതിൻ്റെ മുലാരിത യഅസിമു, തീരുമാനിക്കും എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ തീരുമാനിക്കുന്നു, 2 അർത്ഥം പറയാം. ഇനി ഗസല, കഴുകി എന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മുലാരി എന്താ വരിക? യഗ്സിലു എന്നാണ് വരിക. യഗ്സിലു, കഴുകും അല്ലെങ്കിൽ കഴുകുന്നു എന്നൊക്കെ അർത്ഥം പറയാം. പിന്നെ ദഹബ, ദഹബ പറഞ്ഞാൽ പോയി, മാലിയാണ്. അതിൻ്റെ മുലാരി എന്താ വരിക? യദ്ഹബു എന്നാണ്. പോകും, പോകുന്നു എന്നൊക്കെ അർത്ഥം പറയാം. ഇനി അടുത്തത് കനസ എന്നാണ്. കനസ പറഞ്ഞാൽ അടിച്ചു വാരി. നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ അടിച്ചു വാരും, അടിച്ചു വാരുന്നു എന്നൊക്കെ അർത്ഥം വരാൻ അതിൻ്റെ മുലാരി എന്താ വരിക? യഖ്നുസു എന്നാണ്. കനസ യഖ്നുസു. പിന്നെ ജാ വന്നു, അതും പാഠഭാഗത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ വരും, വരുന്നു എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാം? അതിൻ്റെ മുലാരി യജീഉ എന്നാണ്. യജീഉ. ഇനി യജീഉ. അടുത്തത് ജലസ, ഇരുന്നു. അപ്പോൾ അതിൻ്റെ മുലാരി ഇരിക്കും, ഇരിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയും? ജലസ യജ്ലിസു എന്നാണ്. യജ്ലിസു. അടുത്തത് സ്വന. സ്വന പറഞ്ഞാൽ പാകം ചെയ്തു, നിർമ്മിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഉണ്ടാക്കി എന്നൊക്കെ പറയാം. അതിൻ്റെ മുലാരി എന്താണ്? സ്വന യസ്നഉ എന്നാണ്. സ്വന യസ്നഉ, നിർമ്മിക്കും, ഉണ്ടാക്കും, പാകം ചെയ്യും എന്നൊക്കെ പറയാം. ബദ പറഞ്ഞാൽ തുടങ്ങി അല്ലേ. അതിൻ്റെ മുലാരി എന്താ വരിക? യബ്ദഉ എന്നാണ്. യബ്ദഉ, തുടങ്ങും, തുടങ്ങുന്നു. ഈ 2 അർത്ഥം പറയാം. സ്വല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു. അപ്പോൾ നിസ്കരിക്കും എന്നുള്ളതിന് അതിൻ്റെ മുലാരി യുസല്ലി എന്നാണ് വരിക. യുസല്ലി, സ്വല്ല യുസല്ലി. ഇനി അടുത്തത് നുലാഹിലുൽ ജംഅ വൽ മുഫ്രദ്. മുഫ്രദ് ജംഅ ഒക്കെ ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. അയ്യാമുൻ, യൗമുൻ അല്ലേ. അയ്യാമുൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ എന്നാണ്. അഥവാ അത് ജംആണ്, കുറേ ഉണ്ടാവും. ജംഅ പറഞ്ഞാൽ കുറേ ഉണ്ടെന്നാണല്ലോ. ഇനി അതിൻ്റെ മുഫ്രദ് എന്താ? യൗമുൻ. അപ്പോൾ എന്താ? ദിവസം എന്നാണ് വരിക. ഇനി അളാഉൻ എന്ന് പറഞ്ഞാൽ അത് ജംആണ്, അംഗങ്ങൾ. അപ്പോൾ അതിൻ്റെ മുഫ്രദ് എന്താണ്? ഉളുവുൻ, അംഗം എന്ന് പറയാം, അംഗം. ഇഖ്വത്തുൻ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ എന്നാണ്. സഹോദരന്മാർ ജംആണ്. അതിൻ്റെ മുഫ്രദ് എന്താണ്? അഖുൻ, സഹോദരൻ, സഹോദരൻ. ഇനി ബുയൂത്തുൻ എന്ന് പറഞ്ഞാൽ വീടുകൾ എന്നാണ്. ജംആണ്, വീടുകൾ. അതിൻ്റെ മുഫ്രദ് ബൈത്തുൻ,
എന്താണ് വീട്, സിമ്പിളാണ്. അവാനിൻ എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ എന്നാണ്. പാത്രങ്ങൾ, അവാനിൻ പാത്രങ്ങൾ, അത് ജംആണ്. അതിൻ്റെ മുഫ്രദ് എന്താ? ആനിയത്തുൻ എന്നാണ്, പാത്രം. അങ്ങനെയാണ് വരിക. ഇനി ഗുറഫുൻ എന്ന് പറഞ്ഞാൽ റൂമുകൾ എന്നാണ്, റൂമുകൾ. അതിൻ്റെ മുഫ്രദ്, അത് ജംആണ്, അതിൻ്റെ മുഫ്രദാണ് ഉർഫത്തുൻ, റൂം എന്ന് പറയാം. യൗമുൻ ജംഅ അയ്യാമുൻ, ഉളുവുൻ ജംഅ അളാഉൻ, അഖുൻ ജംഅ ഇഖ്വത്തുൻ, ബൈത്തുൻ ജംഅ ബുയൂത്തുൻ, ആനിയത്തുൻ ജംഅ അവാനിൻ, ഉർഫത്തുൻ ജംഅ ഉറഫുൻ. മുഫ്രദ് ജംഅ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്, മനസ്സിലാക്കണം. ഇനി അടുത്തത് നഖ്റഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹുൽ ഫിഅലിൽ മാളി വനഖ്തു തഹ്തഹാ. കുറച്ച് ഖുർആനിൻ്റെ ആയത്തുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ ഫിഅല് മാളിയായ ഫീലുകൾ ഇതിലുണ്ട്. അതിൻ്റെ അടിയിലൊന്ന് വരട്ടെടുക്കാനാണ്. കൈഫ ഫഅല റബ്ബുക. ഇതിൽ ഏതാണ്? കൈഫ പറഞ്ഞാൽ എങ്ങനെ, ഫഅല ചെയ്തത് അല്ലെങ്കിൽ ചെയ്തു, റബ്ബുക നിൻ്റെ രക്ഷിതാവ്. അപ്പോൾ ഇതിൽ ഇതാണ് മാളി. പിന്നെ തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ, അബൂലഹബിൻ്റെ കൈകൾ നശിക്കട്ടെ, അത് നശിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇതിലിവിടെ തബ്ബത്ത് എന്നുള്ളതാണ് എന്ത്? മാളിയായ ഫീൽ. ഇത് മുഅന്നസാണ്. പിന്നെ അതിൻ്റെ മുദക്കറിത തബ്ബ തബ്ബത്ത്, അത് രണ്ടുമാണ് അതിൽ മാളിയായ ഫീലുകൾ. ഇനി അടുത്തത് ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത്താ. ഈ ഭൂമിക്ക് 2 ദൈവങ്ങളുണ്ടെങ്കിൽ അത് നശിച്ചത് തന്നെ എന്നൊക്കെയാണ് അർത്ഥം. ഇതിൽ എന്താണ്? ഇതിലേതെന്താണ്? ഫസദത്ത എന്നുള്ളതാണ്. ഫസദ ഫസദ ഫസദു ഫസദത്ത് ഫസദത്ത നമ്മൾ പഠിച്ചല്ലോ. ഇനി അടുത്തത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്നാണ് അർത്ഥം. വന്നു എന്നുള്ളൊരു വാക്ക് ഇവിടെ ഉണ്ട്. ജാഅ വന്നു, അതാണ് അതിൽ മാളിയായ ഫീൽ. ഇനി ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ചവരും സൽക്കർമ്മം ചെയ്തവരും എന്നാണ് അർത്ഥം. ആമനു, ആമന, ആമന, ആമനു. പിന്നെ അതടുത്തത് അതേപോലെ തന്നെ ഒന്ന് അമിലു, അമില, അമില, അമിലു. അതൊക്കെ ജംഅ മുദക്കറായ ഫീലുകളാണ്. ഇനി വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാഷ ലില്ലാഹ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ജംഅ മുഅന്നസ് ഖത്തഅന. പിന്നെ ഖുൽന, ഖത്തഅ, ഖത്തഅ, ഖത്തഉ, ഖത്തഅത്ത്, ഖത്തഅത, ഖത്തഅന എന്നാണ് വരിക. ജംഅ മുഅന്നസാണ്. പിന്നെ ഖുൽന ഖാല, ഖാല, ഖാലു, ഖാലത്ത്, ഖാലത്ത, ഖുൽന, അതും ജംഅ മുഅന്നസാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാളിയായ ഫീലുകൾ ഇതിലുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.